ಯಾರಂಗೆ ഉത്തരവ് എന്താണാവോ അടുത്ത പരിപാടികൾ? കൊട്ടാരം നർത്തകികൾ നൃത്തം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ശരി, നൃത്തം തുടങ്ങട്ടെ. മഹാബലിയോട് ചോദിക്കാം എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തിരുമനസിന്റെ സമയപരിമിതി മൂലം കാലം കൂട്ടി അപേക്ഷിച്ചുള്ളവർക്ക് മാത്രം ഈ പരിപാടിയിൽ സംബന്ധിക്കാം. മഹാരാജാവ് നീനാൾ വാഴട്ടെ. എന്റെ പേര് ആൻസി. ചക്രവർത്തി തിരുമനസിന്റെ ശരിയായ പേരെന്താണ്? നമുക്ക് മാതാപിതാക്കൾ നൽകിയ പേര് മാവേലി. തുടർന്ന് നമ്മോടുള്ള ചോദ്യങ്ങൾക്ക് നമ്മുടെ മന്ത്രി പുങ്കവൻ ഉപേന്ദ്രൻ നമുക്ക് വേണ്ടി നിങ്ങളോട് മറുപടി പറയുന്ന തന്നാൽ ആവാതെ വരികയോ തനിക്ക് സഹായം വേണ്ടി വരികയോ ചെയ്യുന്ന അവസരത്തിൽ നാം തുണയ്ക്കും സഹായത്തിനുമായി ഇവിടെ തന്നെ സന്നിധിയിലുണ്ടാകും. ചക്രവർത്തി തിരുമനസിന് പ്രണാമം. എൻ്റെ പേര് ആൻസി തലച്ചൂർ. തിരുമനസിന് മഹാബലി എന്ന പേരെങ്ങനെയുണ്ടായി? ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെ അല്ല, കേവലം ഒരു ബാലന് രാജാവ് നൽകിയ വാക്ക് നിറവേറ്റുവാൻ ആ ത്യാഗത്തെ മാനിച്ച് സ്വയം ബലിയാടായി തീർന്ന് അന്നത്തെ ജനങ്ങൾ നൽകിയ ഓമന പേരാണ് മഹാബലി. മഹാബലി തിരുമനസിനോട് ചോദ്യം. അതായത് നമ്മളെ ഈ പടങ്ങളൊക്കെ വരച്ച് കാണുന്നത് മഹാബലി വലിയ കൊടവയറുള്ള ആളും വലിയൊരു കൊമ്പൻ മീശയുള്ള ആളുമാണ്. പക്ഷേ നേരിൽ കണ്ടപ്പോൾ അത് വളരെ വിപരീതമായിട്ട് തോന്നുന്നു. അത് ഈ പാതാളത്തിലെ ഫിറ്റ്നസ് സെന്ററിൽ പോയി ഇങ്ങനെ ഷേപ്പാക്കി എടുത്തതാണോ, അതോ പാതാളത്തിലും നമ്മുടെ നാട്ടിലെ പോലെ അരി കിട്ടാനില്ലയോ, അരിയുടെ വില കൂടിക്കൊണ്ടാണോ എന്നൊരു സംശയം. ഇവിടെ പറയാം, എൻ്റെ പേര് ഹരിപ്പിള്ള, ഞാൻ കേരള ഹിന്ദു സൊസൈറ്റിയുടെ ഒരു മെമ്പറാണ്. ചോദ്യം, മഹാബലിയെ പടത്തിൽ കണ്ടപ്പോൾ വലിയൊരു കൊടവയറും ഒക്കെ ഉള്ള ആളാണ്. ഇത് നേരിട്ട് കണ്ടപ്പോൾ വളരെ ഒരു വിപരീതമായിട്ട്, അതിന്റെ ഒരു എന്തുകൊണ്ടാണ് കാരണമെന്നാണ് ചോദിച്ചത്. നിങ്ങളിപ്പോൾ വിവരിച്ചത് ഒരു രാജാവിന്റെ ഗുണഗണങ്ങളല്ല, മറിച്ച് ഒരു തെരുവ് കൊണ്ടേടുക മാത്രമാണ്. ഒരു രാജാവായാൽ പ്രധാന ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അദ്ദേഹം ധർമ്മിഷ്ഠനായിരിക്കണം, ബലവാനായിരിക്കണം, സത്യസന്ധനായിരിക്കണം, യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ ആരോഗ്യവും മെയ്വഴക്കവും ഉണ്ടായിരിക്കണം. ഇതിനെല്ലാം പുറമെ അദ്ദേഹം തേജസ്സുള്ളവരായിരിക്കണം. മഹാബലി ചക്രവർത്തി നീണാൾ വാഴട്ടെ. ഞാൻ രാജു പിള്ള, കേരള ഹിന്ദു സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. എൻ്റെ ചോദ്യം, മഹാരാജാവിൻ്റെ കുടുംബ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. മഹാരാജാവ് പുരാണങ്ങളിലെ ഭക്തപ്രഹ്ലാദന്റെ പൗത്രനും വിരോചിനേമിയുടെ പുത്രനുമാണ് തിരുമനസ്. അസുരഗണത്തിൽ ജനിച്ച തിരുമനസ് വിവാഹിതനാണ്. പുത്രന്റെ പേര് വാണൻ. ഞാൻ ലിസമ്മ സേവിയർ, DFW കൗൺസിലിൻ്റെ ചെയർപേഴ്സണാണ്. തിരുമേനി കണ്ട ഈ കേരളത്തെക്കുറിച്ചും ഈ കേരള ജനതയെക്കുറിച്ചും എന്താണ് അഭിപ്രായം? കൊട്ടാരം ആസ്ഥാന കവിയുടെ ഈ ഗാനം നാട്യ ദൃശ്യ രൂപത്തിൽ തിരുമനസിന്റെ സംവിധാനത്തിൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. ഈ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കുവാൻ
നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പണ്ടൊരു രാമൻ കൈക്കോടാലി കാഞ്ഞു കൊടുത്തോരേറ് അത് ചെന്നു പതിച്ചൊരു ഗ്യാപ്പിൽ കടലിൽ പൊങ്ങിയതാണ് ഈ നാട്. അങ്ങനെ ഇങ്ങനെ ചുമ്മാ ചുളുവിൽ കിട്ടിയ കേരള നാട് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാരോ വാഴ്ത്തിയ നാട്. ഈ കേരള നാട്ടിൽ ജീവിക്കുന്നത് തക്കിട തരികിട കളിയാണളിയാ. തരികിട കളിയത് പിടിയില്ലെങ്കിൽ തീക്കളിയാകും ജീവിതം എന്തളിയാ. ഇവിടെ എന്തും കയ്യാങ്കളി ഇതെന്തൊരു വയ്യാവലി. ഇവിടെ എന്തും കയ്യാങ്കളി ഇതെന്തൊരു വയ്യാവലി. ഈ കേരള നാടിനെ ആകെ പടുകുഴിയിലെടുക്കാനാണല്ലോ ഭരണക്കാര പലരും നാട്ടിൽ വന്നു. പല പീസായി മാറ്റി കുഴിച്ചുകൂടാനാണല്ലോ വകുപ്പ് പലതും വീതം വെച്ചു ഭരിച്ചു. ഒരുത്തൻ മൂടിപ്പിച്ചിട്ടൊരു വിധമാക്കി കോലം കെടുത്തി വച്ചേ. അടുത്തവൻ കേറി ചാളി വിളിയാക്കി അവനും പടിയിറങ്ങി. ഇത് കൂടെ കഥയാണറിയാ. ഇവിടെന്നും കയ്യാങ്കളി ഇതെന്തൊരു വയ്യാവലി. ഇവിടെന്നും കയ്യാങ്കളി ഇതെന്തൊരു വയ്യാവലി. പണ്ടൊരു രാമൻ കൈക്കോടാലി കാഞ്ഞു കൊടുത്തോരേറ് അത് ചെന്ന് പതിച്ചൊരു ഗ്യാപ്പിൽ കടലിൽ പൊങ്ങിയതാണ് ഈ നാട്. അങ്ങനെ ഇങ്ങനെ ചുമ്മാ ചുളുവിൽ കിട്ടിയ കേരള നാട് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാരോ വാഴ്ത്തിയ നാട്.